ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പോകാം. പിന്നെ നമ്മൾ ഷാനവാസിൻ്റെയും ആദിലയുടെയും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. റിയാസ് വന്നതിന് ശേഷമുള്ള നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവരെ കണ്ടിരുന്നു. ആദില എന്താ പറയുക, അപ്പുറം ഇപ്പുറവും ഡബിൾ സ്റ്റാൻഡ് കളിച്ച് നിൽക്കുന്നത്. പക്ഷേ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ആദിലയ്ക്ക് കൊടുത്ത ആ ഒരു റോൾ അങ്ങനെയായിരുന്നു. കാരണം തന്നിഷ്ടക്കാരിയായ ഹോട്ടൽ മുതലാളിയുടെ മകൾ തന്നിഷ്ടക്കാരി, അപ്പോൾ അത് ആണ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊക്കെ കയ്യിൽ നിന്നും കൂടെ ഒക്കെ ഇട്ട് അതിൽ നല്ല രീതിയിൽ നമ്മുടെ ഷാനവാസിനിട്ട് പണി കൊടുത്തുകൊണ്ടേ ഇരുന്നിരുന്നു. ശരിക്കും നെവിനുമായിട്ടുള്ള പ്രശ്നത്തിന് ഷാനവാസ് അത് പറയാൻ ഇടയായത് അതിൽ തന്നെയാണ്. അതിലയുടെ വൃത്തികെട്ട കാർഡ് ഇറക്കരുതെന്ന് നെവിനോട് പറഞ്ഞതും നെവിൻ അതൊക്കെ ഒരു ക്യാമറയുടെ മുമ്പിൽ ചെന്ന് പറയുന്നതും എല്ലാം നമ്മുടെ ഷാനവാസ് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഷാനവാസും എന്തായാലും ആതിരയുമായിട്ടുള്ള ആ ഒരു വിഷയം തന്നെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഷാനവാസിനോട് തിരിഞ്ഞത് ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ഗെയിമാണ്. എങ്ങനെയെങ്കിലും ഷാനവാസിനെ തകർക്കാനായിട്ട് മറ്റുള്ളവരിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഒരു കാരണം കിട്ടിയപ്പോഴത്തേക്ക് അവർ ഷാനവാസിനിട്ട് പണി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അതൊന്നുമല്ല നമ്മൾ പറയാൻ വന്നത്. ഇപ്പോഴെന്തായാലും ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൽ എന്തായാലും ഷാനവാസിനെതിരായി ആദിലയാണ് കളിച്ചത്. പക്ഷെ നൂറ് കുറച്ചൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ നൂറയും കൂട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദിലയും നൂറയും കൂടെ കരയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ നൂറ പറയുന്നതും അവർ തമ്മിലുള്ള ആ ഒരു ഇതൊക്കെ നമ്മളിന്നലെ കണ്ടതായിരുന്നല്ലോ. എന്തായാലും ഷാനവാസ് അവരുമായിട്ട് സംസാരിച്ച് രാത്രിയിലൊക്കെ ഒരുപാട് നേരം അവരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസ് നെഞ്ച് തുറന്ന് കാണിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളിങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഞാൻ ഇത്രയും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും നിങ്ങൾ അപ്പുറത്ത് പോയിരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാനവാസിന് പറ്റിയ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നല്ല രീതിയിൽ ഷാനവാസ് അതിലോടും നൂറോടും പറയുന്നുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായാലും ലാലേട്ടൻ വരുമ്പോൾ ഞാനത് ഒന്നെങ്കിൽ അത് മാപ്പ് പറഞ്ഞ് ഇരിക്കാം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഷാനവാസ് പറഞ്ഞു. അപ്പോഴും നൂറ് പറയുന്നുണ്ട്, ചേട്ടൻ എന്തിനു മാപ്പ് പറയണം, ചേട്ടന് അങ്ങും ഇഞ്ഞും പറയാതെ കണ്ട് ഫുള്ളായിട്ടെല്ലാം പറ ചേട്ടാ, അപ്പം ചേട്ടന് മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് നമ്മുടെ നൂറ് അപ്പം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് തോന്നുന്നു, ഷാനവാസും നൂറയും. കാരണം ഷാനവാസ് ശരിക്കും ജെന്യുവിനായിട്ടാണ് കളിച്ചിരുന്നത്. നൂറയോടും അതിലോടും നല്ല കുഞ്ഞൊരു അനിയത്തിമാരെ പോലെയാണ് അവർ സ്നേഹിച്ചിരുന്നത്. ഇതിക്ക് വേണ്ടിയാണ് താൻ ഇത്രയും വിമർശനങ്ങൾ നേരിട്ടതെന്നും അതുപോലെ തന്നെ ആദിലെ അപ്പം ഇത്രയും വിമർശനങ്ങൾ എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് എന്നെ പറഞ്ഞത് ആദിലേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതവിടെ പറഞ്ഞതില്ലെങ്കിൽ ഞാൻ എന്ത് സാഹചര്യം വന്നാലും ഞാൻ നെവിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ഇത് നേരത്തെ നടന്ന സംഭവമാണ്, എന്നിട്ട് ഞാൻ നെവിനെ ഇത് കുറ്റപ്പെടുത്തത്തില്ലായിരുന്നെന്നും അതിലോട് പറഞ്ഞപ്പോൾ അതിലേക്ക് അത് മനസ്സിലായിട്ടുണ്ടോ ഇനി ലാലേട്ടൻ വരുമ്പോഴേ ഇനി തിരിഞ്ഞ് നിൽക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം നമുക്കാരുടെയും ഇതുവരെ നമ്മൾ കണ്ട ഒരു ആദിലല്ലായിരുന്നു റിയാസ് വന്നപ്പം കണ്ടത്. ആ ഒരു മൈൻഡ് വെച്ച് നമുക്ക് അറിയാൻ പറ്റൂല ഇനി ലാലേട്ടൻ വരുമ്പോൾ ഇനി തിരിഞ്ഞ് നിൽക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞപ്പോഴാണ് ഞാൻ കട്ടപ്പാന്ന് വിളിച്ചിട്ട്. ശരിക്കും കട്ടപ്പ എന്നുള്ള ഒരു പ്രയോഗം നമ്മുടെ ആദിലേക്ക് യോജിച്ചതാണ്. നിങ്ങൾ എന്ത് പറയുന്നത്? ഷാനവാസ് ബിഗ് ബോസിൽ നിൽക്കുന്നത് ജെനുവിനായിട്ടാണോ അല്ലയോ എന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയണം കേട്ടോ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും ജെനുവിനായിട്ടാണ് ഷാനവാസ് നിൽക്കുന്നത്. ഷാനവാസിനെ പോലെ അനീഷിനെ പോലെയൊക്കെയുള്ള ഒരു നല്ല വ്യക്തികൾക്ക് യോജിച്ച പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം അവരൊക്കെ നല്ല വ്യക്തികളാണ്, പക്ഷേ ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്നതൊന്നും അത്ര നല്ലതല്ല.